സ്ത്രീകളിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് കൈവേദന, കാലുവേദന, പുറം വേദന ഇതൊക്കെ വരുന്നതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. നമ്മുടെ ബോഡിയിലെ എല്ലുകളുടെ ബലം ഗ്രാജ്വലി കുറക്കുന്ന ഒരു സൈലന്റ് ഡിസീസ് ഉണ്ട്, ഓസ്റ്റിയോപൊറോസിസ്. പല പഠനങ്ങളിലും സ്ത്രീകൾക്ക് ഓസ്റ്റിയോപൊറോസിന്റെ റിസ്ക് പുരുഷന്മാരെക്കാളും 2 to 4 ടൈംസ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഇതിന് പിന്നിലും പ്രധാനമായിട്ട് 2 കാരണങ്ങളാണ്. ഒന്ന്, സ്ത്രീകളുടെ ബോൺ സ്ട്രക്ചർ തന്നെയാണ്. നാച്ചുറലി പുരുഷന്മാരെക്കാളും ചെറിയതും കനം കുറഞ്ഞതുമായിട്ടുള്ള എല്ലുകളാണ് സ്ത്രീകൾക്കുള്ളത്. അതുകൊണ്ട് പ്രായമാവുന്ന സമയത്ത് ഈ ബോൺ ലോസ് ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് സ്ത്രീകളിൽ കൂടുതലായിരിക്കും. രണ്ടാമത്തത്, ഫീമെയിൽ ബോഡിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണിൽ ഒന്നാണ് എസ്ട്രോജൻ. അത് ഫീമെയിൽസിന്റെ ഈ ബോൺ സ്ട്രെങ്ത്തും ബോൺ ഡെൻസിറ്റിയും ഒക്കെ നിലനിർത്താൻ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. എന്നാൽ മെനോപോസ് എത്തുന്നതോടെ ഫീമെയിൽ ബോഡിയിൽ എസ്ട്രോജൻ ഹോർമോണിന്റെ ലെവൽ താഴോട്ട് പോകും. അപ്പോൾ ഈ ഹോർമോണിന്റെ സപ്പോർട്ട് കുറയുന്നതോടുകൂടി ബോൺ ഡെൻസിറ്റിയും അതുപോലെ കുറയാൻ തുടങ്ങും. അപ്പോൾ ഇതുകൊണ്ടാണ് ഇവൻ 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ചെറിയൊരു വീഴ്ച ഉണ്ടായാൽ മതി, അത് ഇവൻ ഹിപ്പ് ഫ്രാക്ചർ ആയിട്ടും സ്പൈൻ ഫ്രാക്ചർ ആയിട്ടും റിസ്റ്റ് ഫ്രാക്ചർ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ശരിക്കും ഒരു വലിയ ഇമ്പാക്റ്റ് ആവുന്ന വീഴ്ച ഒന്നും ആവണമെന്നില്ല, ചെറിയൊരു വീഴ്ച ഉണ്ടായാൽ പോലും ഇങ്ങനെ സംഭവിക്കും. ഈ പ്രായം കൂടുന്നത് നമുക്ക് ഒരിക്കലും തടയാൻ പറ്റില്ല, പക്ഷേ ബോൺ ലോസും അതുപോലെ ഓസ്റ്റിയോപോറോസ് പ്രിവെന്റ് ചെയ്യാനും ഒരു പരിധി വരെ നമുക്ക് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, ഒന്ന്, കാൽഷ്യം അടങ്ങിയ ഭക്ഷണം നിർബന്ധമായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. വൈറ്റമിൻ ഡിയും പ്രോട്ടീൻ ഇൻടേക്കും ശ്രദ്ധിക്കുക. ആഴ്ചയിൽ കുറഞ്ഞൊരു 3 ദിവസമെങ്കിലും വെയിറ്റ് ട്രെയിനിങ്ങും റെസിസ്റ്റൻസ് എക്സസൈസും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. സ്മോക്കിംഗ്, ആൽക്കഹോൾ, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഇത് 3ഉം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഇനി 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ മെനോപോസ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം ഒരു ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ് ചെയ്യുന്നതും നല്ലതാണ്.